ഹലോ മച്ചന്മാരെ, നമ്മൾ ഒരു അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് പോകുന്നത് കുവൈറ്റിൽ. നമ്മുടെ കുവൈറ്റിലെ ദജീദിലാണ് ഈ മോട്ടോ ക്ലബ് ഉള്ളത്. ഇവിടുത്തെ വർക്കിംഗ് ടൈം വന്നിട്ട് മൺഡേ ടു സാറ്റർഡേ ഈവനിങ് 4 PM to 10 PM ആണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരുപാട് വിൻറ്റേജ് കാർസിൻ്റെ കളക്ഷൻസും എല്ലാം നമുക്ക് കാണാം. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു എക്സിബിഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇടയ്ക്ക് ഒരുപാട് മോട്ടോർ റേസിംഗ് ഗെയിംസും ഇവൻറ്റുകളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇവരൊരു പേജുണ്ട്, പ്രോകാർഡ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് ഇവരുടെ ഇവൻറ്റുകളുടെ അപ്ഡേഷൻ എല്ലാം നമുക്ക് അതിന് കിട്ടും. എന്റെ കൂടെ ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടെയുള്ള വിൻറ്റേജ് കാറിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഇതൊരു ഡിജിറ്റൽ ഫോട്ടോ എക്സിബിഷൻ്റെ ഒരു സ്റ്റാളാണ്. ഈ കറക്റ്റ് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെ കേൾക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഈ എക്സിബിഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്. ഒരുപാട് ഡിജിറ്റൽ ആർട്ട് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വെറൈറ്റി ആയിട്ടുള്ള തീമിലുള്ള ഒരുപാട് ഫോട്ടോസാണ്. ഈ ഫോട്ടോസെല്ലാം നമുക്ക് ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വെറൈറ്റി സംഭവം തന്നെയാണത്. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ സംഭവം ഇതാണ്. നമ്മുടെ ഒരു കാറിൻ്റെ എല്ലാം മിനിയേച്ചർ, നല്ല സ്പോർട്സ് കാറിൻ്റെ എല്ലാം മിനിയേച്ചർ രൂപങ്ങൾ വാങ്ങാൻ കിട്ടുമായിരുന്നു. ഇത് ഞാൻ അവിടെ സ്റ്റാളിൽ കണ്ടൊരു ഇലക്ട്രോണിക് ഡിവൈസാണ്, ഒരു മെഷീനാണത്. ഇത് വെച്ചിട്ടാണ് അവിടെ ഈ കാണുന്ന മിനിയേച്ചറുകളെല്ലാം ഉണ്ടാക്കിയത് വെച്ചിട്ടാണ് ലൈവായിട്ടാണ് അവരോട് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളെന്തെങ്കിലും ഒരു പോപ്പുലറായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഒരു മിനിയേച്ചർ ആണെന്ന് പറഞ്ഞാൽ അവർ സ്പോട്ടിൽ നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി തരും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിനെല്ലാത്തിനും. കണ്ടില്ലേ, നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഈ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ പ്രോകാർഡിലെ മെയിൻ ഹൈലൈറ്റാണ് നമ്മുടെ മോട്ടോർ റേസിംഗ് ക്ലബ്ബ്. കൂടെ തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള സ്പോർട്സ് ബൈക്കുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഒരു 3KD to 5KD ആണ് അവരോട് ചാർജ് ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന ബൈക്കിനനുസരിച്ചിട്ടാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. നോർമലി ഉള്ള സ്പോർട്സ് ബൈക്കുകളുണ്ട്, നല്ല റൈസിംഗ് ബൈക്കുകളുണ്ട്, നോർമൽ നമ്മൾ സ്കൂട്ടി ടൈപ്പുള്ള ബൈക്കുകളുണ്ട്. എല്ലാം നമുക്കിവിടെ ട്രൈ ചെയ്യാം. ഇവിടെ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ട്രൈ ചെയ്യാം. खत्म, बाय बाय, टाटा, गुड बाय।